ഇവിടെ റമദാനോടനുബന്ധിച്ച് മുഴുവൻ ദിവസവും നമ്മളെ യൂണിറ്റിൽ ട്രേഡറായിട്ട് നിന്ന ഒരാളെ ഒന്ന് ആദരിക്കാന്നുള്ളതാണ്. നമ്മുടെ അരുൺ ജ്യോതി കഴിഞ്ഞ മറ്റാരുമില്ല, നമ്മുടെ അരുൺ ജ്യോതി. അതേപോലെ തന്നെ നമ്മളൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് നേരത്തെ പ്രഖ്യാപിച്ചില്ല. ഞാനും ശരിക്കും പല പ്രത്യേക യൂണിറ്റിൽ പോകാനാണ്. അപ്പം നമ്മളോട് സഹകരിക്കുന്നത് നമ്മൾ പോകുന്ന എല്ലാ യൂണിറ്റുകളും നമ്മൾ പഠിപ്പിച്ച കുട്ടികളെന്ന് പറയുന്ന കുഴപ്പമില്ലല്ലോ. ആ കുട്ടികൾ ശരീരം നോക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, ആരോഗ്യം നോക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊരു ചെറിയ ടെസ്റ്റ് നടത്തിയത് ഈ റംസാനിൽ. മുമ്പ് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വരും, നമ്മൾ സമ്മാനം തയ്ക്കണം. ഇപ്പം തന്നെ പൊണ്ണതും ജംസിയൊക്കെ കണ്ണിക്ക് മേലൊക്കെ നോക്കില്ല എവിടെ സമ്മാനം എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ആരും പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങൾ ഈ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. നിങ്ങളെ ഇഷ്ടത്തിന് അവനാൻ്റെ ശരീരം നോക്കണം. അത് ഭക്ഷണം 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യണം. അത് ഇവിടെ നല്ല ലോകത്തിലോട്ട് നടത്താൻ നമ്മൾ മതവാദം പ്രത്യേകിച്ച് മടിയരായതുകൊണ്ടാണ് ഇത് നടക്കാതെ പോയത്. ഇത്രയും കാലം ഈ 500 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എത്ര മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും പാൻറ് ലൂസായില്ലേ? തീർച്ചയായിട്ടും വയറ് കുറഞ്ഞൊരു നോമ്പിന് നിർത്തിയപ്പോൾ വീണ്ടും കൂടിയതാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നമ്മൾ ഭക്ഷണങ്ങൾ വെക്കണം, രാവിലെ നല്ല വെള്ളം കുടിക്കണം, രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കണം. നമ്മളെ ഭീമന്മാരായ ഹോസ്പിറ്റലുകളൊക്കെ ഇവിടെ നിന്ന് പിടിക്കാൻ കാരണം നമ്മളെ നോക്കിയിട്ടാണ് അവർ വരുന്നത് അല്ലേ? അമേരിക്കൻ കമ്പനികളൊക്കെ വലിയ ഹോസ്പിറ്റലിൽ പിടിച്ചതിൻ്റെ കാരണം നമ്മൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരോട് നമ്മൾ പൊരുതേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ ആ മരുന്നിനെ മുക്തമാക്കാൻ വീട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കഠിന അധ്വാനം ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ 500 ദിവസത്തിൽ എത്ര മാറ്റങ്ങളുണ്ട്. കുറേ ആളുകൾ മരുന്ന് നമ്മൾ കുറച്ച് ആ തട്ടിൻപുറത്ത് നിൽക്കുന്ന കുറച്ച് ബാക്കിയുള്ള മരുന്നുകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നല്ല എക്സസൈസ് ചെയ്ത് ഈ അരമണിക്കൂർ കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. കൂടുതൽ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഈ സമയം നമുക്ക് എല്ലാവർക്കും പ്രശ്നമുള്ള സമയമാണ്. ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടും ചൂട് കൂടി വരികയാണ്. മിനിമം ഒരു 6 ലിറ്റർ കുടിക്കണമെന്നാണ് പറയുന്നത്. പറ്റുന്നവർ കുടിക്കുക. ഓരോ വീഡിയോസും പലവും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദാഹം ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് മാക്സിമം ഒരു 20 കിലോ ഉള്ള ആൾ എന്തായാലും 2 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് മേലോട്ട് പോലെ ടേസ്റ്റ് കണക്കാക്കി 60 ലിറ്റർ 65 ഒക്കെ അങ്ങനെ അനുസരിച്ച് കുടിക്കാം. അപ്പോൾ അത് കുടിക്കണമെന്ന് നമ്മൾ ഞാനടക്കം വീടിൻ്റെ ഡൈനിങ് ടേബിൾ ഒരു ഭാഗത്ത് വെള്ളം ഒരു ഭാഗത്ത് മൊബൈൽ വെച്ച് പുറത്തുനിന്ന് അഥവാ വരികയാണെങ്കിൽ നേരെ പോകുന്നത് മൊബൈലിലേക്കായി. ഞാൻ ഉൾപ്പെടട്ടോ ആരും കുറ്റം പറയില്ല. നമ്മളെ സമയം നമ്മളെ കാലം അങ്ങനെ ആയി. അതെല്ലാം അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ ഒറ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും. ഈ സമയത്ത് വേർത്ത് ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. ഏത് സമയത്തും തളർന്നു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ചൂടിൻ്റെ കാലം. പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ സിഗലിൽ കുടുങ്ങിപ്പോയാലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സിഗലിൽ ഒരു സെക്കൻഡിൽ നിന്ന് പോയാലും ഒരു മിനിറ്റ് നമ്മൾ നിന്ന് പോയാലും അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നിർബന്ധമായിട്ടും വെള്ളം കൂടി നമ്മൾ ഉഷാറാക്കണം. കാരണം വെള്ളം ശരീരത്തിൽ നമ്മൾ തളർന്നു പോകും. നിങ്ങളൊക്കെ പ്രായമുള്ള കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ തെന്നി വീഴുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ വേറെ ഇതിൻ്റെ കൂടുതൽ മെസ്സേജ് ഞാൻ തരാൻ പോകുന്നത്, നമ്മളെങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് ഇതേപോലെ മിണ്ടാപ്രാണികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രമിക്കണം. അവനവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു പാത്രത്തിലോ മുകളിലോ താഴത്തോ മറ്റുപാട് എവിടെയെങ്കിലും വീട് വെക്കണം. പാവങ്ങൾ പുറത്ത് വെച്ചാൽ മതി. നായ്ക്കൾക്ക് വരെ വെക്കും താഴത്ത് വെച്ചാൽ മതി. കുറച്ച് വട്ടത്തിലുള്ളതാണെങ്കിൽ കാക്കകളൊന്ന് കുടിക്കാനും കൂടി സൗകര്യം. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും ഈ ഇതിൽ കൂടി നിൽക്കുന്ന എല്ലാവരും നായ്ക്കാണെങ്കിൽ ശരി ഭാരതത്തിൻ്റെ പുറത്ത് വെച്ചാൽ വീടാണെങ്കിൽ വീട് വെച്ചാൽ നിർബന്ധമായിട്ട് വെക്കണം. അത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. പാവങ്ങൾ നമ്മൾ തന്നെ കഴിഞ്ഞുണ്ടോ അവരവസ്ഥ ആരോട് പറയാനാ. അപ്പോൾ ഈ മിണ്ടാൻ പ്രാണിയെ പുറത്ത് കഴിഞ്ഞാൽ വലിയ ഗുണം നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാവരും മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, വെരി ഗുഡ്. എന്തൊക്കെ ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ല അല്ലേ? ഇത് ഗോൾഡ് മെഡൽ എന്നാണ് കൊടുക്കുന്നത്. അതൊക്കെ അറിയാലോ. 1.23 അപ്പം തോന്നുന്നു അല്ലേ? ഓരോരുത്തരുടെ പേര് വിളിക്കാം. ഓരോന്ന് മുന്നോട്ട് അത്ര മക്ക ഒന്ന് കൈയടിക്കും. അയ്യോ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ഓരോ നല്ല ബിഗ് പേപ്പോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാം.
ഒറ്റ ഫോട്ടോ എടുത്ത് പിന്നല്ല എല്ലാ ദിവസവും വരും മാത്രമല്ല എന്നെ പോലെ തന്നെ ആണ് ഒറ്റ ഫോട്ടോ എടുത്ത് പിന്നല്ല ഈ സഹകരണം എന്നും ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും നമ്മളെ മെമ്പർമാരുടെ ഇടയിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഇത്രയും ദൂരെ നിന്നും നമുക്ക് ഇവിടെ ട്രെയിനിങ് തരാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഈ 500-ാം ദിവസം ആക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരിക. നമ്മോടൊപ്പം ഈ ട്രെയിനിങ്ങിനും അതുപോലെ എക്സസൈസിനും കൂടാ. അതുപോലെ മറ്റു യൂണിറ്റുകളിൽ നിന്ന് വന്ന ബീച്ചിൽ ജാംജൂം അതുപോലെ മറ്റു പല ഭാഗങ്ങളിൽ വന്ന നമ്മുടെ മറ്റേ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്പർമാരുണ്ട്. അവർക്കും കൂടി പ്രത്യേകം നന്ദി അറിയിക്കുക. ഈ സഹകരണം എന്നും ഇപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ സ്നേഹം, സൗഹൃദം, ആ കൂട്ടായ്മ ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളെ മെമ്പർമാരുടെ ഇടയിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. ഇപ്പോൾ ഹോട്ടലിൽ കൂടി പോകാൻ പറ്റാണ്ടായിരിക്കുന്നു. ഇന്ന് ചായ കുടിക്കുമ്പോഴത്തേക്ക് അവിടെ പൈസ കൊടുത്തു പോയിണ്ടാവും. ഇങ്ങനെ കാണരുത്. ആ ഗുഡ്. ഒരു മിനിറ്റ് അപ്പുറത്ത് ഞാനും